ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് വന്നു, അലോട്ട്മെന്റ് വെച്ചു, അതുപോലെ തന്നെ അഡ്മിഷൻസ് ഒരുപാട് നോക്കി, മാർക്ക് കുറവ് കാരണം കിട്ടിയിട്ടില്ല. അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം പോയത് കാരണം എക്സാം എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. നല്ലൊരു കോളേജിൽ നല്ലൊരു കോഴ്സ് പഠിക്കാൻ ഇപ്പോഴും ആഗ്രഹമുണ്ട്. കേരളത്തിനകത്തും പുറത്തും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അത്തരം വിദ്യാർത്ഥികൾക്കാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇത്തരത്തിൽ ആരെങ്കിലും ഇതുവരെയും അഡ്മിഷൻ സെറ്റ് ആകാതെ ഉണ്ട് എങ്കിൽ അയച്ചു കൊടുത്തോളൂ. ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ആണ്, മറ്റൊന്നുമല്ല. കേരളത്തിനകത്തും പുറത്തുമായിട്ടൊക്കെ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ BBA, അതായത് ബിസിനസ് ചെയ്യാനും ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തവരെ വളരെ പോപ്പുലർ ആയിട്ടൊരു സബ്ജക്റ്റ് ആണ് BBA. ഇനി BBAയുടെ കൂടെ തന്നെ ഏവിയേഷൻ, ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സ്പെഷ്യലൈസേഷനും ആഡ് ഓൺ ആയിട്ടും ഒക്കെ. ഇനി BCA, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസും എഞ്ചിനീയറിംഗും ഒക്കെ ബദലായിട്ട് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് BCA, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ കൂടെ ആകുമ്പോൾ എന്താ സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിംഗ്, ഈ രീതിയിൽ ഡേറ്റ ആൻഡ് ഡേറ്റ സയൻസ്, അങ്ങനെയുള്ള കോഴ്സുകൾ. അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുണ്ട്, BPT, BUT, അങ്ങനെയുള്ള കോഴ്സുകൾ, BSc നഴ്സിംഗ് ഉൾപ്പെടെ നല്ല ക്യാമ്പസുകളിൽ നോക്കുന്നവർ. ഇനി ഇതുവരെയും അഡ്മിഷൻ എടുക്കാത്തവർ എന്താണ് BCom ഉൾപ്പെടെയുള്ള കോഴ്സുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എങ്കിൽ നിങ്ങളുടെ +2 മാർക്കും നിങ്ങളുടെ പേരും പ്രിഫേർഡ് ലൊക്കേഷനും, എവിടെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിഫേർഡ് ലൊക്കേഷൻ, അത് ഡിസ്ട്രിക്റ്റ്, ഔട്ട്സൈഡ് കേരളം, അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ മാംഗ്ലൂരാണോ കേരളത്തിനകത്താണെങ്കിൽ അത് എവിടെയാണ്. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേര്, +2 മാർക്ക്, അത് പെർസെൻറ്റേജ് ആയിട്ടും മാർക്കായിട്ടും അയക്കുക. അതുപോലെ തന്നെ എന്താണ്, നിങ്ങളുടെ പ്രിഫേർഡ് ലൊക്കേഷനും കൂടി അയച്ചു കഴിഞ്ഞാൽ സീറ്റ് എവിടെയൊക്കെയാണ് ഇപ്പോൾ കറൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ചെയ്യാൻ പറ്റുന്ന കോളേജുകളിൽ എവിടെയൊക്കെയാണ് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്, ഈ മാർക്കിന് നിങ്ങൾക്ക് എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടും, അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, സ്കോളർഷിപ്പ് അവൈലബിൾ ആയിരിക്കുമോ, ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. സോ ഇത്തരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് വേണം, അഡ്മിഷൻ സെറ്റാക്കണം എന്ന ആഗ്രഹമുള്ളത്, കാരണം ഇത് പാരൻ്റ് ആയിക്കോട്ടെ വിദ്യാർത്ഥികളായിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ നല്ല രീതിയിൽ മീൻസ് നിങ്ങൾ ജസ്റ്റ് ഏതൊരു ക്യാമ്പസ് പറഞ്ഞാലും ക്യാമ്പസ് ഒക്കെ വിസിറ്റ് ചെയ്ത് തന്നെ അഡ്മിഷൻ എടുക്കണം എല്ലാവരും. പക്ഷേ ഇത് അവസാന സമയമാണ്, അപ്പോൾ ഇനി ലേറ്റാക്കി കഴിഞ്ഞാൽ ഉള്ള സീറ്റ് പോലും ഇനി ഉണ്ടാവണമെന്നില്ല. സോ വളരെ തീരുമാനം പക്കയായിട്ട് പെട്ടെന്ന് കൺഫേം ചെയ്യാൻ പറ്റണം. സോ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷന് വേണ്ടി, സീറ്റ് അവൈലബിലിറ്റി ചെക്കിന് വേണ്ടി നിങ്ങൾക്ക് പറ്റുന്ന നല്ല ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ നെയിം, +2 മാർക്ക് ആൻഡ് പ്രിഫേർഡ് ലൊക്കേഷൻ മെസ്സേജ് അയച്ചാൽ മതി. ഓൾ ദി ബെസ്റ്റ്.